ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെയധികം തിരക്കേറിയ ജീവിതം നയിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. ഇത്തരത്തിലുള്ള തിരക്കേറിയ ജീവിതത്തിനിടയിലും നമ്മുടെ അടുക്കള പണികൾ സുഗമമാക്കുവാനായി നമ്മളെ കിച്ചൺ ടിപ്സ് സഹായിക്കുന്നതാണ്. എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. ഇന്നിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ വളരെയധികം വികസിച്ചിരിക്കുന്നതിനാൽ സ്ട്രോബെറി കുടുംബം പോലെയുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള വിഭവങ്ങൾ പരിചയപ്പെടുവാനും അവ നമുക്ക് പരീക്ഷിച്ചു നോക്കുവാനുമുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പി അറിയില്ലെങ്കിൽ കൂടിയും നമ്മളുടെ വ്യത്യസ്തമായ രീതിയിലുള്ള റെസിപ്പീസ് നമ്മളുടെ ഈ സ്ട്രോബെറി കുടുംബം പോലെയുള്ള കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നതിനാൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായ രുചികൾ അറിയാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ കിച്ചൺ ടിപ്പിലേക്ക് കിടക്കാം. അപ്പൊ കിച്ചൺ ടിപ്പിൽ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പലതരം ഐറ്റംസ് ട്രൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചപ്പാത്തി, പൂരി, ഇഡലി, ദോശ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ അതിന്റെ സോഫ്റ്റ്നെസ് നഷ്ടമാകാതെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ കിച്ചൺ ടിപ്പാണ് പറയാൻ പോകുന്നത്. ചപ്പാത്തികളുടെ മാവ് കുഴിക്കുന്ന സമയത്ത് അതിലേക്ക് തിളപ്പിച്ച അല്പം പാൽ കൂടി ആഡ് ചെയ്ത് നിങ്ങൾ ആ മാവ് റെഡിയാക്കുകയാണെങ്കിൽ അതിന്റെ സോഫ്റ്റ്നെസ് ഒട്ടും നഷ്ടമാകാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാവ് കുഴച്ചു വെച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി നനച്ച് അതിൽ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചപ്പാത്തി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പൂരി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്, അല്ലെ? അപ്പൊ ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൂരിയുടെ മാവ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ റവ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കൂ. അപ്പൊ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ ഇഡലി, ദോശ എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള മാവ് ഉണ്ടാക്കുമ്പോൾ അരിയും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നും ആഡ് ചെയ്ത് ഉണ്ടാക്കും. അപ്പൊ അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല പൂ പോലത്തെ ഇഡലി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ കിച്ചൺ ടിപ്സ് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.